ഹദീസിൽ നമുക്ക് ഈ കാര്യം രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി രേഖപ്പെടുത്തി വെക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി മഹാനായ സ്വഹാബി വര്യൻ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആ മുടി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സൂക്ഷിക്കുകയാണ്, വാങ്ങുകയാണ്. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹീഹുൽ ബുഖാരിയിലെ 170 നമ്പർ ഹദീസാണ്, ലഅൻ തകൂന ഇൻദി ശഅറത്തുൻ മിൻഹു അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫിഹാ. റസൂലുള്ളാഹിന്റെ മുടി, ശറഫാക്കപ്പെട്ട ഒരു മുടി എന്റെ കൈവശമുണ്ടാകുന്നത് ദുനിയാവും അതിലുള്ള സർവസ്വവും എന്റെ കയ്യിൽ ഉണ്ടാകുന്നതിലേറെ എനിക്ക് ഇഷ്ടപ്പെട്ടതാകുന്നു. പൂർവീകരും സഹാബത്തൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതിന് പ്രത്യേകത ഇല്ലാന്നല്ല, പ്രത്യേകത ഉണ്ട്. ലോകം മുഴുവനും എന്റെ കയ്യിൽ വരുന്നതിലേറെ എനിക്ക് ഇഷ്ടം റസൂലുള്ളാഹിന്റെ മുടിയിൽപ്പെട്ട ഒരു മുടി എന്റെ കയ്യിൽ ഉണ്ടാവലാണ്. സ്വഹീഹുൽ ബുഖാരിയാണ്, 170 നമ്പർ ഹദീസാണ്. അറബി അറിയില്ലെങ്കിലും പരിഭാഷ ഉണ്ടാകും മൗലവിമാർ എഴുതിയത്, ഒന്നെടുത്ത് വായിച്ചു നോക്ക്, അതിൽ കാണാം. എന്നിട്ട് ആ മുജാഹിദ് പറഞ്ഞത്, ഞങ്ങൾക്ക് റസൂലിനോട് വലിയ മഹബത്താണ്, സ്നേഹമാണ്. ഓ, നിങ്ങളെ സ്നേഹത്തിന്റെ അവസ്ഥയാണ്. ഇനി നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹിന്റെ മുടി മുക്കിയ വെള്ളം മോന്തി കുടിക്കുന്നവർ അക്ഷരപൂജകരാണ് എന്നാ നേരത്തെ പറഞ്ഞത്. എന്നാ നിങ്ങൾ കേട്ടോളൂ, സ്വഹീഹുൽ ബുഖാരിയിലെ 5896 നമ്പർ ഹദീസ് എടുത്ത് പരിശോധിച്ചോളൂ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു മൗഹബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അർസലനി അഹ്ലി ഇലാ ഉമ്മി സലമ. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമ ബീവിയുടെ അരികിലേക്ക് എന്റെ വീട്ടുകാർ പറഞ്ഞയച്ചു. എന്തിനാണത്? എന്തിനാണ്? വകാന ഇദാ അസാബൽ ഇൻസാന ഐനുൻ ഔ ശൈഉൻ ദുഫ ഇലൈഹാ. എന്നെ പറഞ്ഞയച്ചത് ബിഖദഹിൻ മിൻ മായിൻ, ഒരു പാത്രം വെള്ളവുമായിട്ടാണ്. എന്താ കാര്യം? അക്കാലത്ത് വകാന ഇദാ അസാബൽ ഇൻസാന ഐനുൻ ഔ ശൈഉൻ ദുഫ ഇലൈഹാ. ആ കാലത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വഹാബത്തുകൾ, താബിഈകളുള്ള കാലഘട്ടത്തിൽ ആർക്കെങ്കിലും രോഗമുണ്ടായാൽ ഒരു പാത്രം വെള്ളവുമായി ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പറഞ്ഞയക്കും. എന്തിന്? ഉമ്മു സലമ ബീവിയുടെ കയ്യിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമുണ്ട്, മുടിയുണ്ട്. ആ മുടി ഉമ്മു സലമ ബീവി റസൂലുള്ളാഹിന്റെ ആ മുടി അതാ ഈ കൊണ്ടുവരുന്ന പാത്രത്തിൽ, വെള്ളത്തിന്റെ പാത്രത്തിൽ ഇടുന്നു. ഫഖൽഖലതുഹു. സ്വഹീഹുൽ ബുഖാരിയാണ്. നിഷേധിക്കാൻ കഴിയോ? റസൂലുള്ളാഹിന്റെ മുടി മുക്കിയ വെള്ളം സ്വഹാബികൾ കുടിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. മുജാഹിദ് പറയുന്നതോ, തിരുകേശത്തിന് ഒരു പ്രത്യേകതയുമില്ല. ആ റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം കുടിക്കുന്നവർ മോന്തി കുടിക്കുകയാണ്, അക്ഷരപൂജകരാണ്, അന്ധമില്ലാത്തവരാണ്. ശരിയാണ്, സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമിൽ ഇങ്ങനെയാണുള്ളത്. റസൂലുള്ളാഹിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ട് എന്നാണ് പറയുന്നത്. അതിന് പ്രത്യേകതയില്ല. ആ വെള്ളം കുടിക്കുന്നവർ അക്ഷരപൂജകരാണെന്ന് പറയുന്ന നിങ്ങൾ, ഓ, നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് വല്ലാത്ത മഹബത്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് മൗലവി പറയാ, ഞങ്ങളാണ് സ്നേഹിക്കുന്നത്, ഇസ്ലാം പഠിപ്പിച്ചതുപോലെയാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ച സ്നേഹത്തിന്റെ കോലാണ്. ഇങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ചത്? കഴിഞ്ഞോ? നിങ്ങൾക്കറിയോ, ഇനി മുജാഹിദിന്റെ വലിയൊരു മൗലവി ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഒക്കെ സംവാദം നടത്താൻ പോകുന്നവരാണ് എന്ന് പറയുന്ന എം അക്ബർ മൗലവി, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണ്? നബി തങ്ങൾ കേവലം ഒരു സാധാരണ അറബി പയ്യനാണ്. ഓ സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്ക്. റസൂലുള്ളാഹി തങ്ങൾ കേവലം ഒരു അറബി പയ്യനാണ്. ആരാത് പറയുന്നത്? അക്ബർ മൗലവി. വലിയ പണ്ഡിതനാണ് നാം മുജാഹിദ് പറയാറുള്ളത്. എന്നാൽ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിക വിശ്വാസത്തെ കുറിച്ചും അദ്ദേഹത്തിനൊന്നും അറിയില്ല. ഞാൻ പറയല്ലോ, മുജാഹിദിന്റെ നേതാവ് സക്കരിയ സലാഹി തന്നെ എഴുതിയ പുസ്തകം, അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയോ? അതിന്റെ 115-ാമത്തെ പേജിൽ കാണാം, അറബി ഭാഷയിലൂടെ അഖീദ സംബന്ധമായ വിഷയങ്ങളിൽ അഗാധ ജ്ഞാനം നേടിയ വ്യക്തിയല്ല അക്ബർ എന്നാണ്. അതായത് അക്ബറിന് അറബി ഭാഷ അറിയില്ല, അതുകൊണ്ട് തന്നെ അയാൾക്ക് അഖീദ, വിശ്വാസപരമായ സംഗതികളും അറിയില്ല. ആരാത് പറയുന്നത്? സക്കരിയ സലാഹി. അതേ ഗ്രൂപ്പിൽപ്പെട്ട ആൾ എഴുതിയ പുസ്തകമാണ്.